ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആത്മാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ദ സ്പിരിറ്റ് ഓഫ് പ്രോമിസ്, വാഗ്ദത്തത്തിന്റെ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി യാഗമായി കുരിശിൽ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസത്തോളം താൻ പ്രത്യക്ഷനായിട്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഒലിവ് മലയിൽ ശിഷ്യന്മാരും മറ്റ് ചില ആളുകളും ഉള്ള ഒരു കൂട്ടായ്മയിൽ യേശു പറയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന ആ വാഗ്ദത്തം പിതാവിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിങ്ങൾ കൈവരിക്കുന്നത് വരെ, പ്രാപിക്കുന്നത് വരെ, ആ ശക്തി നേടുന്നത് വരെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. ഈ ശിഷ്യന്മാരും 120 പേര് വരുന്ന ആ സംഘം അതനുസരിച്ചു. യേശു സ്വർഗത്തിലേക്ക് പോയി. അവര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര ദിവസം പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞില്ല. എന്നാണ് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം വരുമെന്ന് പറഞ്ഞില്ല. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു വാങ്ങി ഞാൻ നിങ്ങൾക്കത് അയച്ചു തരും, നിങ്ങൾ അതുവരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ കാത്തിരിപ്പ് നിർത്തി, പ്രാർത്ഥന നിർത്തി, വന്ന വഴി പോയേനെ. പക്ഷേ ആ 120 പേരുള്ള സംഘം ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് ഒരു മനസ്സോടുകൂടെ അവരങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് പെന്തക്കോസ്ത് നാളിൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഗ്നിനാവുകളെ പിളർന്നിരിക്കുന്ന അഗ്നിനാവോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. അവർ ദൈവത്തിന്റെ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ വാഗ്ദത്തം തരുമെന്ന് പറഞ്ഞു. ആ കർത്താവ് 10 ദിവസത്തിനുള്ളിൽ അത് പാലിച്ചു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മളെല്ലാം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിക്കോ? നമ്മൾ പലപ്പോഴും എന്തെല്ലാം തീരുമാനങ്ങൾ പറയാറുണ്ട്, എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും എന്നെല്ലാം പറയും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മൾ മറന്നുപോകും. പക്ഷെ കർത്താവ് മറക്കില്ല. കർത്താവ് പറഞ്ഞത് കർത്താവ് അത് നിറവേറ്റിത്തരും. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്ര വെച്ചിരിക്കുകയാണ്. കർത്താവ് വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ദൈവമാണ്. എന്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത് പാലിച്ചിരിക്കും. എന്ത് തടസ്സമുണ്ടായാലും, എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും കർത്താവ് നടത്തിത്തരും. ആ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് ആ പരിശുദ്ധാത്മാവ്, ആ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നമുക്കുണ്ടാവുള്ളൂ. പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കുന്നവരായിരിക്കണം.